ഇപ്പൊ നമ്മൾ നിലവിൽ 21-ാം നൂറ്റാണ്ടിലാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ ഈ നൂറ്റാണ്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സയൻസ് ഒരുപാട് വളർന്നിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ തലങ്ങളിലും ഒരുപാട് വളർച്ചകൾ നമ്മൾ നേടിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് മതങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. മതങ്ങൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മതമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് മതം തന്നെ വേണം, മതം വേണമെന്ന് നിർബന്ധം? നിർബന്ധമുണ്ട്. മതങ്ങൾ നമ്മൾ ജീവിച്ചു ഉണ്ടല്ലോ. അതൊരിക്കലും നമ്മുടെ ആ ഒരു കൾച്ചറായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താൻ പറ്റില്ല. യൂറോപ്യൻ കൺട്രി മറ്റുള്ള രാഷ്ട്രമായിട്ട് നമ്മുടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒട്ടുമില്ല, തീർച്ചയായിട്ടും ഇല്ല. Why? ഇല്ല, മതങ്ങൾ ഒരു 2000 വർഷം പഴക്കമുള്ള സിദ്ധാന്തങ്ങളാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അത് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇന്നത്തെ വാല്യൂസ് വേറെയാണ്. ഇന്നത്തെ നമ്മളെ നയിക്കുന്നത് തന്നെ മതങ്ങളിൽ പറയുന്ന ഒരു വാല്യൂസും അല്ല. ധാർമ്മിക മൂല്യങ്ങളെന്ന് മതങ്ങളിൽ പറയുന്നതൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്. നമ്മളിന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ ലോകത്തിൻ്റെ വാല്യൂസാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മതങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമേ ഇല്ല. മനുഷ്യന് ജീവിക്കാൻ മതങ്ങൾ ആവശ്യമില്ല. ഇല്ല, മനുഷ്യന് ജീവിക്കാൻ പണം, ബോയ് ഫ്രണ്ട്സ്, പാർപ്പിടം, ഇത്രയും മതി. ഭക്ഷണം ഉണ്ട്. ഭക്ഷണം വേണം. ചേട്ടന് അവരുടെ എനിക്ക് അഭിപ്രായമൊന്നുമില്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. എനിക്ക് അതിനോട് യോജിപ്പൊന്നുമില്ല. ഞാൻ അതൊന്നും നോക്കാറില്ല. മതവും ജാതിയും വെറുപ്പാണ്. അതിന്റെ പേരിലല്ല ഇപ്പോൾ ഈ ഒരിടയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നേ പിന്നെ ഫുള്ള്, പിന്നെ ഈ ഫേസ്ബുക്കിലൊന്നും കയറാൻ വയ്യ. മൊത്തവും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പാടിയ കൂടിക്കൊണ്ടിരിക്കുക സത്യം പറഞ്ഞു. പേഴ്സണൽ അല്ലേ, ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള വിശ്വാസമല്ലേ, അതിനകത്ത് ആരും ഒന്നും പറയാൻ പറ്റില്ല. മതങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാ, മതങ്ങളുടെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയപ്പം അതിന്റെ ആവശ്യമില്ല. ഇല്ല, പുറകെയാണോ വന്നത്? അതിൻ്റെ ആവശ്യമില്ല. Why? ആവശ്യമില്ല. Why? കാരണം ഇത് തമ്മിലടിയാണ്. ചേട്ടൻ എന്താ പറയുന്നത്? എല്ലാരും മനുഷ്യരായിട്ട് ജനിച്ച് മനുഷ്യരായിട്ട് മരിക്കുക, അതല്ലേ നല്ലത്. മതങ്ങൾ വേണ്ടപ്പോ മതങ്ങളുടെ ആവശ്യകതകൾ ഉണ്ടാന്ന് കഴിഞ്ഞാൽ ഈ മനുഷ്യന്റെ വേവലാതികളുള്ള ഈ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ ഭഗവാനെ വിളിക്കണം. അല്ലാണ്ട് പ്രകടനമായിട്ടുള്ളത് മതത്തിന്റെ ആവശ്യം ഈ മറ്റേ മേൽജാതിക്കാർക്ക് എന്ന് വെച്ചാൽ അതുകൊണ്ട് അവരാണ് ജീവിക്കണം. ഇപ്പൊ കേരളത്തിലെ തന്നെ ദേവസ്വം ബോർഡിൽ ഇത്ര ശതമാനം നായന്മാരാ, ഈഴവാദികളൊക്കെ കുറവല്ലേ. അപ്പൊ ഈ മതങ്ങൾ കൊണ്ട് മേൽ ജാതികൾക്കല്ല അതിന്റെ ഗുണം. അപ്പൊ അത് അവരുടെ ആവശ്യകതകളാണ്. അതുകൊണ്ടാണല്ലോ മറ്റേ കാനന ക്ഷേത്രമുള്ള ശബരിമല വരെ ഹൈപ്പ് ചെയ്തിട്ട് അവർ കാണിക്കണം. അത് BJP-യുടെ ആക്കും. കുറെ കഴിയുമ്പോൾ അയ്യപ്പൻ BJP-യുടെ ആകും. അതൊരു തന്ത്രമാണല്ലോ. അപ്പൊ സാധാരണക്കാരന് ഇപ്പോൾ മതം വേണ്ട. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിളി അകതായിരിക്കും ഈ അഭ്യസ്ത വിദ്യരായിട്ടുള്ള സാധാരണക്കാരൻ. ഇനിയിപ്പോൾ വടക്കേ ഇന്ത്യയിലത്തെ ജാതി ഇതെന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യം വിദ്യാഭ്യാസവും ഇല്ല. അപ്പോൾ അവർ അങ്ങനെ അത് രാഷ്ട്രീയപരമായിട്ട് എങ്ങനെ വേണമെങ്കിലും അവർക്ക് കാണാം. പക്ഷെ ഏതായാലും ഈ വടക്കിന്ത്യൻ സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. മതങ്ങൾ ഒരു വിധത്തിൽ നോക്കിയാൽ നല്ലൊരു കാര്യമാണ്. കാരണം അതിലെ അതിൻ്റെ വേദങ്ങളും അതിൻ്റെ ഉപനിഷത്തുകളൊക്കെ ശരിക്കും മനുഷ്യന് പഠിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് ഇതൊന്നും വേണ്ട, മനുഷ്യനാണ് നന്നാവേണ്ടത്.